സേവാഭാരത പ്രവർത്തകർക്ക് ആ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ ഒരു വിഷൻ ഉണ്ടാവും, ഒരു ദർശനം ഉണ്ടാവണം, ഒരു ലക്ഷ്യം ഉണ്ടാവണം, ഒരു മാർഗം ഉണ്ടാവണം. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് സേവാഭാരതം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ ചുമതല ആകാംക്ഷമാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വിഷനും എന്താണ് എന്ന്, നമ്മുടെ ലക്ഷ്യം, സേവാഭാരത ലക്ഷ്യം എന്താണ്, അതിന്റെ മാർഗം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ആകാംക്ഷയിൽ ചർച്ച ചെയ്യപ്പെടാനായിട്ട് ഫലമായി അവിടെ നമ്മൾ പ്രവർത്തിക്കുന്ന സേവന മേഖല. അവിടെ ഞാൻ മുമ്പ് പറഞ്ഞു, അന്ത്യോദയം അവസാനത്തെ ആളാണ്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ പ്രവർത്തനത്തിലൂടെ സ്വാഭിമാനി സ്വാവലംബി ഭാരതം, സ്വാഭിമാനിയായിട്ടുള്ള ജനങ്ങളുള്ള ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന് പൈതൃകത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിത നിലവാരത്തിലൂടെ തന്നെ നമുക്ക് സ്വാഭിമാനിയായി തോന്നുന്ന തരത്തിലുള്ള ജീവിത നിലവാരമുള്ള ജനങ്ങൾ അവതരിപ്പിക്കുന്ന, അതേപോലെ തന്നെ സ്വാവലംബി സ്വന്തം കാലം നിൽക്കാൻ ശക്തിയുള്ള ഒരു ജനത്തെ അനുവദിക്കുന്ന ഒരു ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ സേവാഭാരത ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാഭിമാനി സ്വാവലംബി ഭാരതം. എന്താണ് പറയൂ? സ്വാഭിമാനി സ്വാവലംബ ഭാരതം. നിങ്ങൾ പറയൂ ഒന്നുകൂടെ. അപ്പൊ ഇതാണ് സേവാഭാരത ലക്ഷ്യം. ഇത്ര നാൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തെങ്കിലും സേവനം ചെയ്യുന്നുണ്ട്, സംഘം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്